പ്രതാപൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രതാപൻ, പറയൂ. കളമശ്ശേരിയിൽ എന്താണ് അവിടുത്തെ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം വല്ലതും മാറുന്നുണ്ടോ? കളമശ്ശേരിയിലും മാറണുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ BJP എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഭയങ്കര വിഷമാണെന്നും ബാക്കിയുള്ളതൊക്കെ അമൃതാണെന്നും ഒക്കെ പറഞ്ഞു വരുത്തുന്ന കുറെ രാഷ്ട്രീയക്കാരുള്ളതുകൊണ്ട് ഉള്ള ചില ബുദ്ധിമുട്ടുകളാണ്. നമ്മള് ഈ BJP വരുന്നതിനോട് നമുക്ക് യോജിപ്പൊന്നും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മാറി ചിന്തിക്കേണ്ട ഒരവസ്ഥ വന്നേക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തൃപ്പൂണിത്തറ മുൻതൂക്കം കിട്ടി. ആ നാട് ഏതാണെന്ന് അറിയാമോ? അമ്പാടി വിശ്വത്തിന്റെ നാടാണ്. നമ്മുടെ ധനകാര്യമന്ത്രി ആയിരുന്നെ. അതിന്റെ അയൽവക്കം എന്ന് പറഞ്ഞാൽ എടപ്പള്ളി കേസ് നടന്ന സ്ഥലമാണ്. പഴയ നമ്മുടെ MM ലോറൻസ് ഒക്കെ MM ലോറൻസ് സഖാവിന്റെ സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സഖാക്കന്മാര് അവിടെ ചോര നീര് ഒഴുക്കി ഉണ്ടാക്കിയെടുത്ത പേര് ഇപ്പൊ കുറെ സഖാക്കന്മാര് കൂടി കളഞ്ഞു പൊളിക്കുകയല്ലേന്ന് ഞങ്ങൾക്കൊരു പരിഭവമുണ്ട്. എന്താണ് അവര് ദൂർത്തടിക്കുകയാണ്? എന്താ ചെയ്യുന്നത്? ദൂർത്തടിക്കലല്ലോ. ഇപ്പോഴത്തെ ഇവരുടെ ധിക്കാരപരമായ നിലപാടുകൾ എന്തിനെ ധാർഷ്ട്യത്തോടെ നേരിടുക. ഒരാള് ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ധിക്കാരപരമായി ചോദ്യം ചെയ്യുക, ഒന്നിനെയും പുനർചിന്തിക്കാതിരിക്കുക. അപ്പൊ മൊത്തത്തിൽ ഒരു ജനകീയ ബന്ധം തകർന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ ശബരിമല വിഷയം തന്നെ അവര് ഒന്ന് പുനഃപരിശോധിക്കാൻ പോലും തയ്യാറാവാത്തൊരവസ്ഥയില്ല ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോലും. അപ്പൊ നമ്മുടെ VV രാജേഷും അതുപോലെ ആശാനാഥും ഒക്കെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിന് ചെറിയ ചില പ്രതികരണങ്ങളിലേക്ക് വരുന്നു. ഞാൻ ഒന്ന് അതിലേക്ക് പോയിട്ട് പ്രേക്ഷകരുണ്ട് വരാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ വളരെ നന്നായി സമാപിച്ചിരിക്കുകയാണ്. ശ്രീമതി ആശാനാഥ്, കരുമം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീമതി ആശാനാഥിനെയാണ് ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. മൂന്നാമത് തവണയാണ് ആശാനാഥ് കോർപ്പറേഷനിൽ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെത്തുന്നത്. തീർച്ചയായിട്ടും ആശാനാഥിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ കോർപ്പറേഷനിലെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വളരെ മികച്ച സംഭാവനകളാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അധികൃതരുമായിട്ട് ചുരുങ്ങിയ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഞങ്ങൾ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ കോർപ്പറേഷന്റെ നികുതി വരുമാനം കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടുവാനും ചിലരൊക്കെ തന്നെ നികുതി അടയ്ക്കുവാനുണ്ട്. മറ്റു പലതും കേസുകളായി കീഴ്ക്കോടതികളിലും ഹൈക്കോടതികളിലും വർഷങ്ങളായി കെട്ടിക്കിടക്കുകയാണ്. ഇക്കാര്യങ്ങൾ